ഇത്ര അടുത്ത് ബീച്ചിലായിട്ടും ഏട്ടത്തി അങ്ങനെ പോയിട്ടില്ലെന്നോ? വല്ലപ്പോഴും പോയിട്ടുണ്ട്. നീ വിശ്വസിക്കാൻ അറിയില്ല. 1 മണിക്കൂർ നേരം ഡ്രൈവ് ചെയ്ത് എത്തുന്ന സ്ഥലമായിട്ട് ഓടി. എന്റെ കോളേജില് ബീച്ചിൽ ഇന്ന് വരെ പോകാത്തവരുണ്ട്. അതെന്താ? അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നിയിട്ടുണ്ട്. മലയാളിക്ക് ടൂർ എന്ന് പറഞ്ഞാൽ ഊട്ടിയും കൊടൈക്കനാലും മൂന്നാറും ഇടുക്കിയൊക്കെ, അല്ലെങ്കിൽ മൈസൂർ. കേരളത്തിന്റെ ആ അച്ഛൻ മുതൽ ഈ അച്ഛൻ വരെയും കടലുണ്ടായിട്ടും മലയാളിക്ക് ബീച്ച് വളരെ റെയറായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ചിലപ്പോ ചൂടായിട്ടായിരിക്കും അല്ലെ? ഇനി കടല് കാണണമെങ്കിൽ തന്നെയോ അങ്ങ് ഗോവയിൽ പോയി കാണാൻ എല്ലാരും ഒക്കെ. അത് കടല് കാണാൻ മാത്രമല്ലാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനങ്ങനെ കേട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടം കടല് കാണാനാ. എത്ര നേരം വേണമെങ്കിലും ഞാൻ കടല് കണ്ടുകൊണ്ടേയിരിക്കും. ഒരു പഴയ പാട്ടില്ലേ, കടലേ നീലക്കടലേ നിന്ന ആത്മാവിൽ നീറാത്ത ചിന്തകളുണ്ടോ, ആ ഒരു പാട്ട്. ജെൻസി പിള്ളേർക്ക് ഈ പാട്ടൊക്കെ അറിയോ? ജെൻസി പിള്ളേരെ പഴയ പാട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, സ്റ്റാർ സിംഗർ. ഇവിടെ അടുത്തൊരു ബീച്ച് ഉണ്ട്, വലിയ തുറ. അവിടെ കുറച്ച് മാറി ഒരു പാറക്കെട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല. അവിടെ പോയി ഞാൻ കുറെ നേരം ഇരിക്കും. കടലിൽ കുറെ നേരം നോക്കിയിരുന്ന വിഷമങ്ങളൊക്കെ പതിയില്ലാണ്ടോ. അതിന് മാത്രം നിനക്ക് വിഷമം എന്താടാ? അതൊക്കെ ഉണ്ട്. വീട്ടിൽ ചേട്ടന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോ എനിക്ക് നല്ല വിഷമം വരും. അപ്പൊ ഞാൻ അവിടെ പോയി കുറെ നേരം ഇരിക്കും. അത്രയ്ക്ക് വിഷമം ഉണ്ടാവണ പോലെ വഴക്കുണ്ടാവോ? ഈ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഏടത്തേക്ക് തോന്നിയല്ലോ. ഏടത്തി വന്നതിന് ശേഷം ഈ വീടൊരു വീടായത്. മുമ്പൊക്കെ ആഴ്ചയിലൊരു 4 ദിവസമെങ്കിലും സുധീഷേട്ടനും ഹരീഷേട്ടനും വഴക്കുണ്ടാക്കും. 2 ദിവസമെങ്കിലും അടിയുണ്ടാവും. അടി എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അടി. എനിക്കിത് കാണുമ്പോ ശരിക്കും കരച്ചിൽ വരും. ഇനി അങ്ങനെ അടിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. കളിക്ക്. ഏടത്തിന് കളിയാ. ചേട്ടാ നിധിയാ, അവൻ വീട്ടിലെത്തിക്കണം. നേരത്തെ വണ്ടി ഒന്ന് ഒതുക്കട്ടെ. ഹലോ, നിധി, എന്താ നികേഷ് വീട്ടിലെത്തിയാ? ഇല്ല, നിങ്ങൾ അവനെ കണ്ടോന്നറിയാൻ വിളിച്ചതാ. എന്താ? ഇല്ല, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനൊരു സ്ഥലം പറയട്ടെ, അവിടെ ഒന്ന് പോയി നോക്കൂ. എവിടെയാ? അവൻ എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കല് ഒരു ബീച്ചിനെ പറ്റി പറഞ്ഞിരുന്നു. സങ്കടം വരുമ്പോഴൊക്കെ അവൻ അവിടെ പോയി ഇരിക്കാറുണ്ട് അത്ര. ബീച്ചോ? ഏത് ബീച്ച്? അത് ഇവിടെ അടുത്ത് ഏതൊരു തുറയാ. വലിയ തുറ? അതെ, അവൻ അവിടെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. അതിലെന്താ ഉറപ്പുള്ളത്? ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്താ എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. ശരി, ഞങ്ങൾ പോയി നോക്കാം. എന്നിട്ട് എന്നെ വിളിക്കണേ. വിളിക്കാം, വെച്ചേ. എടാ നിധി, എന്താ പറഞ്ഞേ? അവൻ വലിയ തുറ ബീച്ചിലുണ്ടാവുന്ന. അവൻ എപ്പോഴും അവിടെ പോയി ഇരിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര. നീ വേഗം വണ്ടി എടുക്കാം. നികേഷേ, അവിടെ ചോദിച്ചേ. നികേഷേ, 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 സുഭാഷേട്ടാ. സുധീഷേട്ടാ, ചേട്ടൻ എവിടെ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഇത്രമാത്രം അവിടെ നോക്കിയിരിക്കാൻ എന്താ? തിരയടിക്കുന്ന വെള്ളം മാത്രമല്ലേ ഉള്ളൂ. അല്ല, ഇനി ഗേൾ ഫ്രണ്ടിനെ കൂട്ടി വന്നാണോടാ? എവിടെ? അല്ല, എവിടെയാടാ? ഞങ്ങളെ കഥപ്പം പറഞ്ഞിരിക്കാ? അല്ല. അല്ലേ? ശരി, നിന്റെ ഫോൺ എവിടെയാ? ഫോൺ നീ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നാ? അത് ചാർജ് തീർന്നു. കോളേജ് വിട്ടാൽ ഉടനെ നീ വീട്ടിലെത്താറുള്ളല്ലേ? ഇതിപ്പോ രാത്രിയായി, എന്നിട്ട് നീ വീട്ടിലേക്ക് പോയിട്ടില്ല. എന്നാ പിന്നെ നിനക്ക് എവിടെയാണെന്നൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നോടാ? ഇവിടേക്കാണെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പൊതി കപ്പലണ്ടി ആയിട്ട് ഞാനും കൂടെ വന്നിരിക്കായിരുന്നല്ലോ. അല്ല, അതുകൊണ്ട് നിനക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയല്ലേ? ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നിനക്കെന്താ പേടിയില്ലേ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. നല്ല ചോദ്യായി. ഉച്ചയ്ക്ക് 2 മണിയോടെ വീട്ടിലെത്തേണ്ട പയ്യൻ വൈകിട്ട് 6 മണിയായിട്ടും രാത്രി 8 ആയിട്ടും കണ്ടില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ അന്വേഷിക്കേണ്ടത്. തിരുവനന്തപുരം മൊത്തം അന്വേഷിച്ചു. ഞാനൊരു വഴി, സുഭാഷ് ചേട്ടനൊരു വഴി, ഹരീഷ് വേറൊരു വഴി. അമ്മോ, അങ്ങനെ കറങ്ങി കറങ്ങി അവസാനം ഇവിടെ എത്തി. സോറി ഏട്ടാ, നിങ്ങൾ എല്ലാരും എന്നെ അന്വേഷിക്കാൻ ഞാൻ വിചാരിച്ചില്ല. അത് ശരി. അപ്പൊ നീ കോളേജിൽ നിന്ന് വരാതിരുന്ന വീട്ടിൽ 4 ദിവസം ഒരാൾക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ച് വിട്ടുകളെന്ന് വിചാരിച്ചു നീ? അതല്ല, സാറെന്തിനാ ഇവിടെ വന്നിരുന്നേ? അതൊന്ന് പറഞ്ഞേ. ചേട്ടാ പറയടാ. എനിക്ക് സഹിക്കാൻ പറ്റുള്ള ഏട്ടാ. ഇത്ര നേരം ഇവിടെ വന്നിരുന്നപ്പോ നീ ഓക്കെ ആയോ? ഇല്ലല്ലോ. ചേട്ടാ, അതിന് മാത്രം എന്താണ് ഉണ്ടായത്? ഇത്രയും കാലം നിനക്ക് അറിയാതിരുന്ന ഒരു കാര്യം നീ ഇപ്പൊ അറിഞ്ഞു. അതിലും കൂടുതൽ എന്തൊക്കെ ഇവിടെ ഉണ്ടായേ? എടാ, നമ്മുടെ അമ്മമാര് വേറെ ആണെങ്കിലും നമ്മുടെ അച്ഛനമ്മല്ലടാ. അമ്മയിലേക്ക് നമ്മുടെ ചേട്ടാനിയന്മാരല്ലേ അല്ലേ? എടാ, എല്ലാം പെർഫെക്റ്റ് ആയ വീട്ടിൽ താമസിച്ചിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് അറിയുന്നെങ്കിൽ വിഷമിക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കാം. പക്ഷെ എടാ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ സാധാരണമാണെന്ന് കരുതിയാൽ മതി. നികേഷേ മോനെ, ഇതിലും വലുത് വന്നാലും നമുക്ക് താങ്ങാൻ കഴിയണോടാ. അമ്മയെ കൊന്ന് അച്ഛൻ ജയിലിൽ പോകുന്ന ഏർപ്പാട് സാധാരണ വീടുകളിൽ സംഭവിക്കോ? ഇല്ലല്ലോ. എടാ, അപ്പോ എന്ത് താങ്ങാൻ നമ്മൾ റെഡി ആയിരിക്കണം കേട്ടാ. നികേഷേ മോനെ, എടാ ഇങ്ങനെ ഒന്നും ഇറങ്ങി പോകാൻ നിൽക്കരുത് കേട്ടാ. നീ നേരമായിട്ട് വീട്ടിൽ വന്നിട്ടില്ല എന്ന് അറിഞ്ഞപ്പോ മുതലേ ഞങ്ങള് 3 പേരും ജീവൻ കളഞ്ഞു ഓടുമായിരുന്നു. എടാ, നീയും കൂടെ ഉള്ളപ്പോഴാണ് അതൊരു വീടാവുന്നത്. നിനക്ക് അത്രമാത്രം വിഷമം വന്നെങ്കിൽ അത് എന്നോട് പറഞ്ഞ പോരെ. നമ്മൾ കാറെടുത്തൊന്ന് ചുറ്റിക്കറങ്ങി ഫ്രഷ് ആയിട്ട് തിരിച്ചു വന്നേനടാ. എടാ, ഈ സങ്കടങ്ങളെയൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് നേരിട്. അല്ലാതെ ഇങ്ങനെ ഡാർക്കായിട്ട് ചിന്തിക്കല്ലേ. എടാ, എന്റെ കാര്യം വിട്. നീ സുഭാഷേട്ടനെ ഓർത്തു. കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ പാവം. അറിയോ, ഇന്ന് രാത്രി നിന്നെ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അറ്റാക്ക് വന്ന് ഏതെങ്കിലും ഒരു ആശുപത്രി കിടന്നാനെ. നിന്നെ വളർത്തി മനസ്സിലാക്കിയ സുഭാഷേട്ടനെങ്കിലും ഓർക്കണായിരുന്നു നികേഷ്. സുഭാഷേട്ടൻ എവിടെ? ഇരിക്കും നോക്ക്. ഹലോ സുധീഷ, കണ്ടു അവനെ? എടോ, ഇയാള് പറഞ്ഞതുപോലെ അതേ സ്ഥലത്ത് അവനുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടു. തിരിച്ചുവിടാൻ പോവാ. ഞങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ എത്തും. അപ്പൊ ശരി. ഹരീഷിനോട് വിളിച്ചു പറയണേ. പാവം, അവനെ അന്വേഷിച്ച് നടക്കായിരിക്കും. ശരി, ഞാൻ വിളിച്ചോളാം. നികേഷിനെ കണ്ടുന്ന് ബീച്ചിലുണ്ടായിരുന്നു. അവനെയും കൂട്ടി സുഭാഷേട്ടന് സുഖിഷിപ്പ വരും. സുഭാഷേട്ടാ, നിധിയോട് ഹരീഷിനോട് വിളിച്ച് പറഞ്ഞു. ഹരീഷ് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പാവം, അവൻ ആറ്റിങ്ങിലേക്ക് പോവായിരുന്നു. അങ്ങോട്ട് പോയത് ഇവന്റെ കൂടെ പഠിക്കുന്ന ഏതൊക്കെയോ ഫ്രണ്ട്സ് ആ ഭാഗത്തുണ്ടത്ര. അവരുടെ അടുത്തേക്ക് എങ്ങനെ ഇവൻ പോയിട്ടുണ്ടാവും എന്ന് അന്വേഷിക്കാം. ഇപ്പൊ തിരിച്ചു വന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെത്തുമ്പോഴേക്കും അവൻ എത്തിക്കോളും. സോറി സുഭാഷേട്ടാ, സോറി. ഞാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഞാൻ എന്റെ വിഷമം മാത്രമേ നോക്കിയുള്ളൂ. നിങ്ങളെ കുറിച്ച് ഓർത്തില്ല. സോറി. സാരമില്ല. പക്ഷേ
ഇനി മേലാൽ ഇങ്ങനെ ചെയ്തു എന്ത് വിഷമമുണ്ടെങ്കിലും നീ ആദ്യം ഞങ്ങളോട് പറയണം. ഞങ്ങൾ പിന്നെ എന്തിനാണ് നിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കൂടാ. പെട്ടെന്ന് നിങ്ങൾക്ക് എനിക്ക് രണ്ടമ്മമാരാന്ന് പറഞ്ഞപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല ഏട്ടാ. അത് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയില്ല. ആ വിഷമം എന്തായിരുന്നു എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. വീട്ടിൽ വന്ന പിന്നെ അതോർത്ത് കുഴപ്പമെന്ന് തോന്നിയപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വന്നു. നികേഷേ, ഇതൊക്കെ എന്തിനു സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഞങ്ങളുടെ കുഞ്ഞനിയന, അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നലെ ഇന്നും നാളെ ഏട്ടാ, പാട്ട് കേൾക്കുമ്പോ പ്രാന്തടക്കുന്ന ഒരു പൊട്ടൻ അല്ലെങ്കിൽ തന്നെ കേടാ. അതിനിടയില അവസരം എടുത്തേ എവിടെ പോയി ആകെ ഒരു ആശ്വാസം ഇതാ. അവരിങ്ങോട്ട് വരാന്നല്ലോ പറഞ്ഞേ, പിന്നെ എന്തിനാ ടെൻഷൻ? ഒരു സ്ഥലത്തിരുന്നോടെ. നികേഷ്, എടോ എടോ എവിടേക്കാണ് പോയേ? ഇങ്ങോട്ട് നടക്കണം. നീ എങ്ങോട്ടാണ് മോനെ പോയേ? വാ, എവിടേക്കാണ് പോയേ? എടാ വാർത്തോർത്ത് പറയടാ, എങ്ങോട്ട് പോയേ? എടാ പറയടാ, എടാ ഇങ്ങോട്ട് പോയേന്ന്. ഹരീഷ്, എടാ വേണ്ടടാ, പാവം, എടാ പാല് മുഴുവൻ കിടന്നറിഞ്ഞതാ. പാവല്ലേ? എടോ നിന്നെ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? നിന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഞാൻ കയറി ഇറങ്ങി. ഈ സിറ്റി മുഴുവൻ ഞാൻ നോക്കി. ഞാൻ മാത്രമല്ല, എല്ലാവരും ഞങ്ങൾ ഭ്രാന്ത് പിടിച്ച പോലെ അലയായിരുന്നു. എടാ എവിടേക്കാണ് പോയേ? എടാ ഞങ്ങൾ അന്വേഷിക്കുമെന്ന് നിനക്കറിയില്ലേ? പറയടാ ഇങ്ങോട്ടേ പോയെന്ന്. എത്രമാത്രം പേടിച്ചു എന്നറിയോ? നീ പോയിട്ട് ഞങ്ങൾ മാത്രം എന്തിനാണ് അവിടെ? ഇനി ഇത് ആവർത്തിക്കലാണ് നികേഷ്. കരയാതെ കരയില്ല. ഹരീഷ് ഒന്ന് മാറി. തിരിച്ചു വന്നപ്പോ താലവും വിളക്കും എടുക്കാൻ മറന്നുപോയി. അതും കൂടി വേണമായിരുന്നല്ലേ? വലിയ വീരനായകനായിട്ടല്ലേ വന്നത്? ഏട്ടന്മാരെ മുഴുവൻ തോൽപ്പിക്കാൻ തീരുമാനിച്ചു പോയതല്ലേ? അവര് തോറ്റു, നീ ജയിച്ചു അല്ലെ നികേഷ്? എടത്തി, ഇത്ര നാളെ ഏട്ടന്മാരെല്ലാം സ്വന്തമാണെന്ന് വിചാരിച്ചത്. പെട്ടെന്ന് അവരുടെ അമ്മയില്ല എന്റെ അമ്മ എന്ന് അറിയുമ്പോ താങ്ങാൻ പറ്റുന്നില്ല. നീ പിച്ചു വെച്ചത് ഞങ്ങളുടെ കൈകളിൽ വളർന്ന് വലുതായത് ഞങ്ങളുടെയൊക്കെ നെഞ്ചില്ല.